ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് കൊച്ചിയിൽ പോകുന്നത്. ഇന്നല്ല, നാളെയാണ് ന്യൂ ഇയർ. ഇന്ന് 30 നൈറ്റാണ്. അപ്പം നമുക്ക് നാളെ ബിനാലേക്ക് പോകാനുണ്ട്. കുറേ പരിപാടിയുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പം സമയം രാവിലെ 3:45. അവിടെ ആ തണുപ്പെല്ലാം നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. നമ്മളത്തെ ട്രെയിനിലാണ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കും. അപ്പോൾ നമ്മൾ നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ നാളെ ബിനാലേക്കാണ് ആദ്യം പോകുന്നത്. സമയം ഇപ്പം ഒരു 11:15 നമ്മളിതാ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷ് ആവണം. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഫ്രഷ് ആവാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ നമ്മളിവിടെ ബിനാലേക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബിനാലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയായി. ഇപ്പം 1 മണി കഴിഞ്ഞു. അപ്പം നമുക്ക് വിശക്കുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫുഡ് ഇവിടെ നമ്മൾ കുടുംബശ്രീൻ്റെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നല്ല ഇറച്ചി ചോറാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഫുഡ് കഴിച്ചിട്ട് നേരെ ബിനാലേക്ക് പോവാം അല്ലേ? കഴിച്ചോക്കട്ടെ. ഇവിടെ ബിനാലെ നടക്കുന്നതുകൊണ്ടും പിന്നെ ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് ഹോട്ടലൊക്കെ നല്ല തിരക്കാം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ തപ്പി ഇങ്ങനെ നടന്നപ്പോൾ നല്ല തിരക്കായിട്ട് സീറ്റ് കിട്ടില്ല. അങ്ങനെ ബീച്ചിനടുത്തോട്ട് നടന്നു വന്നപ്പോഴാണ് ഇവിടെ ഇത് കണ്ടത്. കൊള്ളാം. എനിക്ക് ക്ഷീണമൊന്നുമില്ല, വലിയ ക്ഷീണം. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിഞ്ഞ 2019 ന്യൂ ഇയറിൽ ഫുഡെല്ലാം കഴിച്ചിട്ട് 12 മണിക്ക് ഇവിടെ തന്നെ ഇരുന്നേ. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പപ്പാഞ്ഞീനെ കത്തിച്ചപ്പോൾ നമ്മൾ ഓടി. അപ്പോഴത്തേനും കത്തിച്ച് തുടങ്ങിയായിരുന്നു. അതാ നമ്മളെ നെക്സ്റ്റ് സ്ഥലമാണ് ഇതെല്ലാം. അതിനുശേഷം പിന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിട്ടില്ല, കൊറോണ കാരണം. നമ്മള്
എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡിലീമ എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, പിന്നെ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അപ്പോൾ അവളുടെ വീട് ഇവിടെ ഫോട്ടോ വെച്ച് തന്നെയാണ് അവളുടെ വീട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ അവളുടെ വീട്ടിൽ പോവാണ്. പിന്നെ അവൾക്ക് കൊച്ചുണ്ടായി, അപ്പോൾ കുഞ്ഞാവക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് പോയിട്ട് വാങ്ങിച്ചു. ഇനി നേരെ അവളുടെ വീട്ടിൽ പോയിട്ട് അവളുടെ വീട്ടുകാരെ ഒന്ന് ജസ്റ്റ് കണ്ട് ഭാവേനെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവുള്ളൂ. ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ദിലീമന്റെ വീട്ടിൽ നിന്ന് അവളുടെ അപ്പം തന്ന വൈനാന്ന്. നമ്മളൊരു കുപ്പിയിൽ കുറച്ചിങ്ങോട്ട് എടുത്ത് കുടിക്കാൻ വേണ്ടി ചെന്നാ കുടിച്ചോ. ഫോൺ വർക്കാവൂല മോനെ. സമയം 11:45, 12 മണിക്കാണ് പാപ്പാനെ കത്തിക്കാം. നമ്മളിതാ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. നല്ല റഷിനോട് പോവാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടില്ലേ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേനും ഇത്ര ആൾക്കാരുള്ളത് കൊണ്ട് ഫുഡെല്ലാം കഴിഞ്ഞു. പിന്നെ അവിടെ ആണെങ്കിൽ ഗൂഗിൾ പേ എടുക്കൂല. എന്നിട്ട് നമുക്ക് എന്തോ ഭാഗ്യത്തിന് കുറച്ച് ബിരിയാണി കിട്ടിയായിരുന്നു. 2 ബിരിയാണി കിട്ടി, അത് നമ്മൾ കഴിച്ചു. തിരക്കുണ്ട്, കാണിച്ചരാ തിരക്ക് കാണിച്ചരാ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. വലിയ പാപ്പാഞ്ഞീനെ കത്തിക്കാന്ന് കാണാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് ദൂരത്തുനിന്നാണ്ട്. അതുകൊണ്ട് നമ്മൾ കുഞ്ഞു പാപ്പാഞ്ഞിനെ കാത്തിക്കുന്നത് കാണിച്ചു തരാം.